പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നമ്മുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ ദൈവമായ കർത്താവേ, നിന്റെ നിരപ്പും സമാധാനവും ഈ ഭവനത്തിൽ വസിക്കുമാറാക്കണമേ. ഇതിലുള്ള സകലത്തെയും അനുഗ്രഹിക്കണമേ. നിന്റെ വരവ് ചിലവുകൾ നിന്റെ വിശുദ്ധാമത്തിനും മഹത്വത്തിനും നീതിയുടെ സംരക്ഷണത്തിനുമായിരിക്കണമേ. നിങ്ങളിൽ നിന്നുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഇതിനെ നീ അഭിവൃദ്ധിപ്പെടുത്തണമേ. ഇതിൽ വസിക്കുന്നവർക്ക് മുഖപ്രസാദം നൽകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലം മുഴുവനും തങ്ങളുടെ രഹസ്യകാര്യങ്ങളും പരസ്യകാര്യങ്ങളും നിന്നെ പ്രസാദിപ്പിക്കുന്നവരുമായിരിക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്വാതന്ത്ര്യം തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയെ നേരമെല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഭാവികൾക്കായി തുറന്നിരിക്കുന്ന കരുണകളുടെ വാതിലും മരണമുള്ളവരെ ജീവിപ്പിച്ച ജീവന്റെ തുറമുവശത്തന്മാരെ ശുദ്ധീകരിക്കുന്നതായി വെടിപ്പാക്കുന്ന സോപായും മലിനതയുള്ളവരെ വെളുപ്പിച്ച് നിർമ്മലമാക്കുന്ന എളുപ്പമായിരിക്കുന്ന മിശിഹാതമ്പുരാന് ഭവൻ വാഴ്വിന്റെ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും ഈ യാചനകൾ നൽകുന്നവനുമായ ദൈവമായ കർത്താവേ, ആദ്യ കടിഞ്ഞൂലായ ഹാബേലിന്റെ കാഴ്ച കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഹാനോക്ക് തന്റെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കുമാറാകണമേ. നീതിമാനായ നോഹിന്റെ യാഗത്തിൽ നീ പ്രസാദിച്ചതുപോലെ ഞങ്ങളുടെ അധരങ്ങളുടെ ഫലത്തിൽ നീ പ്രസാദിക്കണമേ. നിന്റെ സ്നേഹിതനായ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെ വിശ്വാസം നിനക്ക് സന്തോഷമായതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് സന്തോഷകരമായിരിക്കണമേ. നീതിമാനായ യോബിന്റെ അടുക്കൽ നിന്നും ദുഷ്ടനായും ലജ്ജിച്ചു പോയതുപോലെ ഈ വീടിന്റെ ശത്രുവായ ദുഷ്ടൻ ലജ്ജിക്കുമാറാകണമേ. ശ്രേഷ്ഠ പുരോഹിതനായ ഫറവോന്റെ ധൂപത്താൽ ഇസ്രായേൽ ജനത്തിൽ നിന്ന് വസന്തം നിരോധിക്കപ്പെട്ടതുപോലെ കഠിന ശിക്ഷകളും കോപത്തിന്റെ വഴികളും ഞങ്ങളിൽ നിന്ന് നിരോധിക്കപ്പെടുമാറാകണമേ. പുരോഹിതനായ സ്കറിയായുടെ ശുശ്രൂഷയെങ്കിൽ നിന്റെ പ്രസംഗനായ യോഹന്നാനെ പറ്റി അവന് പ്രത്യാശ ഉണ്ടാക്കിയതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ജീവന്റെ രക്ഷയുടെയും പ്രത്യാശ ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. കർത്താവേ, ചുങ്കക്കാരനായ സഖായിയോട് ക്ഷമിച്ചതുപോലെ നിന്റെ തിരുവചനത്താൽ ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. കർത്താവേ, ഭാഗ്യവാന്മാരായ സ്ത്രീഹന്മാരുടെ പ്രധാനിയായ ശിമയോന്റെ അപേക്ഷ കൈക്കൊണ്ടതുപോലെ അനേക പാപങ്ങൾ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ അപേക്ഷ നീ കൈക്കൊള്ളണമേ. അഭാവിയായിരുന്ന സ്ത്രീയുടെ കുറ്റങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അനേക കുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ആ സ്ത്രീയോട് വിഷമമായ വേദനകളിൽ നിന്ന് സ്വസ്ഥത പ്രാപിച്ചതിന് മുഖാന്തരമായ ആ നിന്റെ നിത്യമായ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കുമാറാകണമേ. കനാനായ സ്ത്രീയുടെ മകളിൽ നിന്ന് ദുഷ്ടനെ ഓടിച്ചതുപോലെ പ്രതിയോഗിയുടെ ശക്തിയെ ഞങ്ങളിൽ നിന്ന് ദൂരത്താക്കണമേ. ഉത്കൃഷ്ട പുരുഷനായ ദാനിയേലിന് നൽകിയതുപോലെ നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾക്ക് ജയം നൽകണമേ. കത്തുന്നാഗ്നിച്ചുള്ളിൽ വെച്ച ഹനനീയ മുതലായവരുടെ ബന്ധനങ്ങളെ നീ അഴിച്ചതുപോലെ ദുഷ്ടപിശാചികളുടെ ബന്ധനങ്ങളെ ഞങ്ങളിൽ നിന്ന് അഴിക്കണമേ. നിന്റെ വട്ടക്കാരും ശുശ്രൂഷകന്മാരും നിന്റെ ഇഷ്ടം ചെയ്ത് നിറവേറ്റുവാനും നിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിന്മേൽ അവർ സത്യമുള്ളവരായിരിക്കാനും നിന്റെ തിരുവചനം പോലെ ഭയത്തോടെ നിന്റെ ആട്ടിക്കൂട്ടത്തെ മേയ്പ്പാനും നിന്റെ വിശുദ്ധ വഴികളിൽ നടപ്പാനും കർത്തൃസംബന്ധവും ജീവപ്രദങ്ങളുമായ നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും അവർക്ക് കൃപ നൽകണമേ. കർത്താവേ, ഇപ്പോൾ ഈ ഭവനത്തിന് വേണ്ടിയും ഇതിൽ പാർക്കുന്നവർക്ക് വേണ്ടിയും അനുഗ്രഹങ്ങളും കരുണയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു.
കർത്താവേ, ഈ സമയത്ത് നിന്റെ അടിയാരായ ഞങ്ങളുടെ പ്രാർത്ഥന തിരുസന്നിധിയിൽ പ്രവേശിക്കുമാറാകണമേ. ഈ ഭവനം ശ്രേഷ്ഠത പ്രാപിക്കുകയും ഇതിൽ വസിക്കുന്നവർ ജയത്തോടെ രക്ഷിക്കപ്പെടുകയും നിന്റെ കുഞ്ഞാടുകൾ നിന്റെ മേച്ചിൽ സ്ഥലങ്ങളിൽ മേയുകയും നിന്റെ പെണ്ണാടുകൾ നിന്റെ നന്മകൾ കൊണ്ട് തൃപ്തിപ്പെടുകയും ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ നിന്നുള്ള കരുണ ലഭിക്കുകയും ചെയ്യുമാറാകണമേ. പാപികളോട് കരുണയുള്ളവനും അനുതാപികൾ ഇഷ്ടമുള്ളവനുമായ കർത്താവേ, നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി പോലെ ഞങ്ങളോട് ദയ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, തിരുവുള്ളമുണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രം ഞങ്ങൾ കരയറ്റുന്നു, ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വാതിലിൽ യാചന ശബ്ദമൊട്ടുന്നു, മുടക്കരുതേ നിൻ സേവകരിൻ ആവശ്യയാചനയെ നീ. ദേവാകൃപയാൽ പാലിക്കാകോപവടിയിൽ നിന്നകറ്റി പ്രാർത്ഥന കേട്ടു നിൻ കരുണയതാ യാചന നീ നൽകിയിടണമേ. കൃപ ചെയ്യണമേ, കരുണയുടെ ബഹുലത്താൽ ദയ ചെയ്യണമേ. പിഴച്ചൊരു തിന്മകളോർക്കരുതേ, കരുണാകരനാം കർത്താവേ. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ നിന്ന്. എന്നാൽ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സും ഏക വിചാരവും ഉള്ളവരായിരുന്നു. അവരിൽ ഒരുത്തനും അവനവനുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെ കുറിച്ച് സ്വന്തമെന്ന് പറഞ്ഞിരുന്നില്ല. ആർക്കുണ്ടായിരുന്ന സകലവും പൊതുവിലായിരുന്നു. സ്ത്രീയന്മാർ മഹാശക്തിയോടെ ഈശോ മിശിഹായുടെ പുനരുത്ഥാനത്തെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. അവരെല്ലാവരും കൂടെ വലിയ കൃപയുണ്ടായിരുന്നു. അവരിൽ മുട്ടുള്ളവനാരും ഉണ്ടായിരുന്നില്ല. നിലങ്ങളോ വീടുകളോ സമ്പാദ്യമായിട്ടുണ്ടായിരുന്നവർ അവയെ വിൽക്കുന്നതിന്റെ വില കൊണ്ടുവന്ന് സ്ത്രീയന്മാരുടെ കാൽക്കൽ വെച്ചിരുന്നു. ഓരോരുത്തരും ആവശ്യമുള്ളതുപോലെ കൊടുക്കപ്പെട്ടും ഇരുന്നു. സഹോദരന്മാരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലോകോത്സവ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. കന്യയായ മറിയാമിൽ നിന്ന് അനുവദിച്ച ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ പരസ്യ ശുശ്രൂഷയുടെ വേളയിൽ ഇപ്രകാരം സംഭവിച്ചു. ഈശോ തമ്പുരാൻ യെരിഹോവിൽ പ്രവേശിച്ച് കടന്നു പോകുമ്പോൾ ധനവാനും ചുണ്ടുകാരിൽ പ്രധാനിയുമായി സക്കായ് എന്നു പേരുള്ള ഒരു പുരുഷൻ ഈശോ തമ്പുരാൻ എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. സക്കായ് ശരീര വളർച്ചയിൽ കുറിയവനായിരുന്നത് കൊണ്ട് പുരുഷാരം നിമിത്തം അവന് കഴിഞ്ഞില്ല. താൻ വഴി കടന്നു പോകേണ്ടിയിരുന്നത് കൊണ്ട് അവനോട് ഈശോ തമ്പുരാന് മുമ്പിൽ കടന്നു തന്നെ കാണുവാനായിട്ടൊരു കാട്ടത്തി വൃക്ഷത്തിന്മേൽ കയറി. ഈശോ തമ്പുരാൻ ഈ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടവനോട് സക്കായിയെ വേഗം ഇറങ്ങി വരിക, ഞാൻ നമ്മുടെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. അവൻ വേഗം ഇറങ്ങി വന്ന സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. എന്നാൽ അവർ എല്ലാവരും ഇത് കണ്ടപ്പോൾ അവൻ പാപിയായ മനുഷ്യന്റെ അടുക്കൽ അകത്ത് ചെന്ന് പാർത്തുവെന്ന് പ്രവൃത്തി പറഞ്ഞിരുന്നു. എന്നാൽ സക്കായി നിന്ന് ഈശോ തമ്പുരാനോട്, ഇതാ എന്റെ സമ്പാദ്യങ്ങളിൽ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. ഞാൻ അന്യമായി എടുത്തിട്ടുള്ളത് 4 മടങ്ങായി തിരികെ കൊടുക്കുന്നു എന്ന് ഉണർത്തിച്ചു. ഈശോ തമ്പുരാൻ അവനോട്, ഇവന് അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് നീ വീടിന് രക്ഷയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ മനുഷ്യപുത്രൻ കാണാതെ പോയതിനെ അന്വേഷിപ്പിച്ച ജീവിപ്പാൻ വന്നുവെന്ന് അരുളി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മകളകിലം അനുജർക്കായി ദാനം ചെയ്തും സ്വർഗവാഴുകളയച്ചു അരുളുന്നോരു കർത്തൻ ഈ വീടിനെയും വാസികളെയും വാഴ്ത്തുമാറാകാം. ഇവരുടെ മേൽ കൃപയെ ചിന്തുമാറാകാം.
ദാസനം സഖായിയുടെ വീട്ടിൽ ചെന്ന് ഇന്നീ വീടിനു രക്ഷയുണ്ടായെന്നരുളിയ നാഥൻ രാജൻ താനിൽ പ്രവേശിച്ച് തന്മലം കൈയാലെല്ലാറ്റെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കർത്താവീശോ നിൻ കൃപയോട് നിന്ദാനങ്ങളെ ഞങ്ങൾ മേലയച്ചിടേണമേ. രക്ഷവരാതെ നിൻ വഴി തന്നിൽ നടന്നിടുവാൻ തിന്മപ്പെട്ടവരിൽ നിന്നെങ്ങളെ രക്ഷിക്കണമേ. സത്യവിശ്വാസത്തോട് തന്നെ നോക്കി വിളിക്കുന്ന എല്ലാവരോടും ഉത്തരമരുളുന്ന ദൈവങ്ങളുടെ ദൈവവും കർത്താക്കന്മാരുടെ കർത്താവുമായുള്ളവേ, ഈ ഭവന വാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാകുന്ന ഈ സമയത്ത് നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും സ്തോത്രങ്ങളും കൈക്കൊള്ളണമെന്ന് നിന്റെ കരുണയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ മണ്ണും ചാരവുമാകുന്നുവെന്നും നിന്റെ കൃപയും സഹായം കൊണ്ടല്ലാതെ സ്വയമായി അതൊന്നും ചെയ്തു പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ലെന്നും നിന്റെ ഏറ്റവും ചെറുതായിരിക്കുന്ന കൃപ പോലും പ്രാപിപ്പാൻ ഞങ്ങൾ അർഹതയില്ലാത്തവരായിരിക്കുകയും നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ നീ വർഷിപ്പിക്കുന്നുവെന്നും നിന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ധന്യമായ വാഴ്വുകൾ ഞങ്ങൾക്ക് അയച്ചു തരുന്നുവെന്നും പ്രയാസങ്ങളുടെ ഈ ലോകത്തിൽ നീ ഞങ്ങളെ നടത്തുന്നുവെന്നും തിരുസന്നിധിയിൽ ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊള്ളുന്നു. മനസ്സലിവുള്ളവനും മനുഷ്യ സ്നേഹമുള്ളവനുമായ കർത്താവേ, ഈ വീട് പണിയുന്നതിന് നീ നിന്റെ ഉടമസ്ഥന് നീ ചെയ്ത എല്ലാ സഹായങ്ങൾക്ക് വേണ്ടിയും അതിനെ പൂർത്തിയാക്കുന്നതിന് അവരെ നീ ശക്തിപ്പെടുത്തുകയും അവരുടെ സകല പ്രവർത്തികളും അവരെ നീ താങ്ങുകയും എല്ലാ പെരുമാറ്റങ്ങളിൽ ഇതുവരെ നീ അവരെ നടത്തുകയും ചെയ്തതിനു വേണ്ടിയും വന്ധ്യവും വിശുദ്ധവുമായ നിന്റെ തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീ വീട് പണിയുന്നില്ല എങ്കിൽ അതിന്റെ പണിക്കാർ വൃഥാധ്വാനം ചെയ്യുന്നുവെന്നും നീ പട്ടണം കാത്തുകൊള്ളുന്നില്ല എങ്കിൽ അതിന്റെ കാവൽക്കാർ വൃഥാ ജാഗരണം ചെയ്യുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങളെ സഹായിക്കുന്ന നിന്റെ ശക്തിയുള്ള വലം കൈ എപ്പോഴും ഓർത്തുകൊള്ളുവാനും നിങ്ങൾ നിന്നുള്ള ഞങ്ങൾക്ക് ലഭിക്കുന്ന സർവ്വ നന്മകൾക്കും വേണ്ടി നിന്നോട് നന്ദിയുള്ളവരായിരിക്കാനും നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. സക്കായുടെ വീട്ടിൽ പ്രവേശിവനും അബ്രഹാമിന്റെ മകനാകുകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി എന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, ഈ ഭവനത്തിൽ വസിക്കുന്നവരോടുകൂടെ നീ ഉണ്ടായിരിക്കണമേ. അവരെ നിന്റെ മക്കളും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരുമാക്കി തീർക്കണമേ. ഈ വീടിനെയും ഇതിൽ വസിക്കുന്നവരെയും കരുണയും കൃപയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവലം കൈയാവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. നന്മയും അനുഗ്രഹങ്ങളും ആശ്വാസവും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. സകല ദുഷ്ടപെരുമാറ്റങ്ങളിൽ നിന്നും ഇവരിൽ നിന്ന് തള്ളിക്കളയണമേ. ഇവർക്ക് സൗഖ്യവും ആരോഗ്യവും നൽകുമാറാകണമേ. വൈഷമ്യമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസമുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നും ആകിൽ കറുസായുടെ എല്ലാ കൗശലങ്ങളിൽ നിന്നും ഇവരെ രക്ഷിച്ചു കൊള്ളണമേ. നിന്റെ കരുണയുടെ കണ്ണാൽ ഈ വാസസ്ഥലത്തെയും ഇതിൽ പാർക്കുന്നവരെയും കടാക്ഷിച്ച് അവരോട് കരുണ ചെയ്യണമേ. ഇവരിൽ നിന്ന് നോട്ടമിടാതെ രാപ്പകൽ നിന്റെ ചെറിയ കീഴിൽ ഇവരെ മറിച്ചു കൊള്ളണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിൽ ആശ്വാസപൂർവമായ ജീവിതം ചെയ്യുവാനും വരുവാനിരിക്കുന്ന ലോകത്തിൽ നിന്നെ സ്നേഹിച്ച പരിശുദ്ധന്മാരോടുകൂടെ മഹത്വമുള്ളവയും നിത്യത്വമുള്ളവയുമായ നിന്റെ വാസസ്ഥലങ്ങളിൽ വസിപ്പാനും ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രം ഞങ്ങൾ കരേറ്റുന്നു, അതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. Then please tell them to come inside. No? Yeah, tell them to come inside. No? No, they're not from our church. Oh, no problem. What is it? They can come. What is the problem? പ്രധാനമാകില്ല. ഈ ഭവനം ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ സ്ലീവായുടെ അടയാളത്താൽ മുദ്രയിടപ്പെടുന്നതിനാൽ എന്നേക്കും ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും
ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതുമായി തീർന്നിരിക്കുന്നു. എന്നേക്കുന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. നമ്മളെല്ലാ റൂമിനും വിശുദ്ധ ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച കർത്താവേ, മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന നടത്തുന്ന ഭവനമായിരിക്കാൻ നീ കൃപയരുളണമേ. തിരുവചന ധ്യാനത്തിന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുമുള്ള ഹൃദയ സ്ഥാനത്തിനായി ഇതിനെ നീ ശുദ്ധീകരിക്കണമേ. താഴ്മയ്ക്കും സംഭാഷണത്തിനുമുള്ള ഈ മുറിയിൽ പിതാവേ, തിരു സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണമേ. സത്യമായതൊക്കെയും ധനമായതൊക്കെയും നീതിയായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോതൊക്കെയും സംഭാഷണ വിഷയമാകുവാൻ കൃപ നൽകണമേ. കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ചാലും പാനം ചെയ്താലും എല്ലാം തിരുനാമത്തിനായി ചെയ്യുവാൻ കൃപ തരണമേ. ജീവന്റെ അപ്പമായ കർത്താവേ, നീ ഞങ്ങൾക്ക് പ്രതിദിനം അന്യായിരിക്കണമേ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ഓർത്തവരെ സഹായിപ്പാൻ ഉദാര മനസ്സ് ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. ഞങ്ങൾ എല്ലാ വസ്തുക്കളെയും ഞങ്ങളുടെ നന്മയ്ക്കും പോഷണത്തിനുമായി നൽകുന്ന സ്വർഗസ്ഥ പിതാവേ, ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്കായും വിപണനം ചെയ്യുന്നവർക്കായും പാചകം ചെയ്യുന്നവർക്കായും ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനേക പ്രയത്നങ്ങൾ ഞങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക്
നിദാനമായിരിക്കുന്നു എന്നോർത്ത് ഞങ്ങൾ അവരോട് നന്ദിയുള്ളവരായിപ്പാൻ നിന്റെ മക്കൾക്ക് സഹായിക്കണമേ. നീ കൊണ്ടെന്റെ ഉള്ളം സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും ജീവിപ്പിക്കുന്ന കർത്താവും മോചനത്തിനുള്ള മാമോദീസ Barak Mor Samangalo. വാത്സല്യമുള്ള പ്രിയ ദൈവമക്കളെ, ഹോം ഈസ് എ ഡ്രീം ഫോർ എവരി വൺ. വീട് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് ദൈവം ഇന്ന് ഈ പ്രിയ മക്കൾക്ക് അനുഗ്രഹീതമായൊരു ഭവനം ദൈവം നൽകിയിരിക്കുന്നു. A great gift that they received from Lord Jesus Christ. As you already prayed in our liturgy, we said, Lord, we are unable to receive any small gift from you. You have blessed us with the abundance of grace. ചെറിയ കൃപകൾ പോലും പ്രാപിപ്പാൻ ഞങ്ങൾ അർഹതയില്ലാത്തവരായി നീ ഞങ്ങളെ വലിയ നന്മകൾ കൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട പ്രിയ അഞ്ജുവിനും പ്രിയപ്പെട്ട മക്കൾക്കും ദൈവസന്നിധിയിൽ ഈ ദേശത്ത് വരുന്നതിനും അവരുടെ ഇതുവരെയുള്ള ജീവിതം ദൈവത്തോടൊപ്പമായിരിക്കുന്നതിന് ദൈവം സഹായിച്ചു. അവരുടെ ജീവിതത്തിൽ ഓരോ നന്മകൾ ദൈവം നൽകി, അവർക്ക് ഉപജീവന മാർഗമൊക്കെ നൽകി കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ദൈവബോധത്തിൽ വളർത്തുവാനുള്ള സഹായിച്ചു. മറ്റുള്ളവരുടെ മുമ്പാകെ ബ്ലെസ്സഡ് ക്രിസ്ത്യൻ ഫാമിലി ലൈഫ് നയിക്കാൻ അവരെ ദൈവം ഒരുക്കി. അവരുടെ ജീവിതത്തിലെല്ലാം ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കാൻ അവരെ സഹായിച്ചു. അതുകൊണ്ടാണല്ലോ ഈ ഭവനം ഇത്തരത്തിൽ വാങ്ങിയപ്പോൾ അത് ദൈവനാമത്തിൽ പ്രദർശിപ്പാൻ അവർക്ക് ഇടവരുത്തി. നമ്മൾ പ്രാപിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ നന്മയും കരുണയും മാത്രമാണ്. നിരന്തരം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാൻ നമുക്ക് സാധിക്കും. As you already read in our gospel, when Jesus entered Zacchaeus' house, till that time Zacchaeus' house, it was just a tax collector booth. അങ്ങനെ എല്ലായിടത്തും നമ്മൾ പറയാറ്, യേശു വരുന്നവരെ അതൊരു ടാക്സ് കളക്ട് ചെയ്യുന്ന സ്ഥലമാണ്. No one called that home or the house also. That is what, when Jesus entered, the people, they were murmuring each other. How can he enter a sinful man's house, place? എന്നാൽ യേശു ആ ഭവനത്തിൽ വന്നപ്പോൾ അതിന് വലിയ വിശുദ്ധരായി ചുറ്റുപാടുകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന മനുഷ്യരുടെ മുമ്പാകെ ഭാവിയായ സഖ്യവൂസ് എന്താ പറയുക, ഞാൻ
എൻ്റെ സമ്പാദ്യങ്ങളിൽ പകുതി, ഹാഫ് പോർഷൻ ഐ ആം ഗിവിംഗ് ടു ദി പുവർ. ഞാൻ ആരോടേലും ചതിവായ വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഐ ആം റെഡി ടു ഗിവ് ദി 4 മടങ്ങ് തിരിച്ചു. അപ്പോൾ യേശു ഭവനത്തിൽ വന്നപ്പോൾ സക്കരൂസ് ഹാഡ് എ ടോട്ടൽ ചേഞ്ച് ഇൻ ഹിസ് ലൈഫ്, ഇൻ ഹിസ് ഹോം, എവരിവെയർ. ആ ചേഞ്ച് കണ്ടിട്ടാണ് യേശു പറഞ്ഞത്, ഇവനും അബ്രഹാമിന്റെ മകനാകുന്നത് ഇന്ന് ഈ വീടിന്റെ രക്ഷ. Salvation has come to this house as the descendants of Abraham. അപ്പോൾ യേശു ഭവനത്തിൽ വരുമ്പോഴാണ് വീടിന്റെ രക്ഷയുള്ളത്. Today we used one sign. എപ്പോഴും അച്ഛന്മാരിങ്ങനെ കാണിക്കും ക്രോസിന്റെ സിമ്പൽ. I put a symbol on the main door. അല്ലേ, നമ്മുടെ ഇവിടെ ഡോറയിലൊക്കെ അങ്ങനെ നേരെ വരയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് വിചാരിച്ചൊക്കെ വരയ്ക്കുക. What it means. പ്രധാന വാതിലിലൂടെ ഇവരകത്തേക്ക് കടക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെ entering into this house, they are going away from this house. This cross of Christ will protect them. Whenever they are staying here, their protection is not on the basis of the law, but the protection is based on the cross. കർത്താവിന്റെ ക്രൂശിലാണ്. അതുകൊണ്ട് ഇന്ന് ഈ ഭവനം കർത്താവിന് വേണ്ടി വേർതിരിക്കുന്നു. ഇനി ഈ ഭവനത്തിൽ കർത്താവിന്റെ കാര്യമല്ല ഒന്നും നടക്കാൻ. കർത്താവിന് കൊള്ളാത്തതായ ഒന്നും ഈ ഭവനത്തിൽ ഇനി കയറണം, സംസാരിക്കും. ഈ ഭവനത്തിൽ നിരന്തരം പ്രാർത്ഥന വേണം. ഇന്ന് നമ്മൾ ഈ പ്രാർത്ഥന ആരംഭിച്ചിരിക്കും. ഇന്നത്തേക്ക് മാത്രമല്ല, ഈ പ്രാർത്ഥന ഒരു കണ്ടിന്യൂവേഷൻ. ഈ പ്രിയ മക്കൾ ഈ ഭവനത്തിൽ താമസിക്കുന്നിടത്തോളം ആ കണ്ടിന്യൂവേഷൻ ഉണ്ട്. രാവിലെയും വൈകുന്നേരങ്ങളിലും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും കൂട്ടായ്മയ്ക്കായി ഭവനം തുറന്നു. നല്ലൊരു ഭവനം അല്ലേ. ദൈവം ഞാൻ മുമ്പും ഇവിടെ വന്നു, കണ്ടു, പ്രാർത്ഥിച്ചു. വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് പ്രിയ മക്കൾക്ക് ദൈവം ഈ ഭവനം ഒരുക്കി കൊടുത്തു. പ്രത്യേകിച്ച് എനിക്ക് വളരെ ഈ ഭവനവുമായി വലിയ ഒരു ബന്ധം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അഞ്ജു ഞങ്ങളുടെ ഒരു അകന്ന ബന്ധു കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ പോലും ഒരു പ്രത്യേകമായിട്ടുള്ള കരുതലും വാത്സല്യവും ഈ ഭവനത്തോടും. ഈ വന്ന നാൾ മുതൽ ഈ പ്രിയ മക്കളെ അവരുടെ ഇടവകയുടെ എല്ലാ കാര്യങ്ങളും കുടുംബമായി പങ്കുചേരുന്നത് കാണുമ്പോൾ സന്തോഷം. ഞങ്ങൾക്ക് പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പള്ളിയിലെ ആൾക്കാർക്കൊക്കെ ഒരു ഭവനങ്ങൾ ലഭിക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തെ നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, ദൈവം നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സകല നന്മയും ദൈവം നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് ദൈവമായിട്ട് പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷയിൽ ബഹുമാനപ്പെട്ട നവീനേഷൻ നമ്മളോടുകൂടി ഒഴിഞ്ഞതെന്ന് സംബന്ധിച്ച് അച്ഛൻ്റെ ദിവസങ്ങളൊക്കെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നാളെ മടങ്ങി പോകത്തുള്ളൂ. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ എവിടെയും സംബന്ധിച്ചു. പ്രിയപ്പെട്ട റേഷാൻ്റെ അസിസ്റ്റിംഗ് ഞങ്ങൾക്ക് ലഭിച്ചു. അതിനുള്ള സന്തോഷം. ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഇതിൽ പങ്കെടുത്തതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളുടെ ദിവസത്തിനടിക്കും പ്രാർത്ഥന. Gracious, loving Heavenly Father, thank you for this day which you have gifted us and created for us, O Lord, and allowing us, each and every one, to live in it and to glorify your name. Especially we thank this family, O Lord, and submit them into your mighty hands. Thank you for gifting them this blessed home, O Lord, and then fulfilling their dreams and wishes over here as you have brought them to this land, O Lord. Thank you for allowing them to buy it, O Lord, and to live in it, and allowing them to be have the house being blessed over here today in your name and by you, O Lord. We submit this home and these your children into your hands. Thank you for Sunil and Anju. Thank you for their children. Thank you for their family life and all the ways in which you have led them so far, and all the future steps you're going to use them, especially the children, O Lord. Bless them and guide them, O Lord, and bless them with a good rest and good enrichment times, O Lord, and nourishment over here in this home, O Lord. And as they enter the door and they over here for their time in this home and being energized to leave from this home to go out into the society and world, O Lord, help them to be covered by the shadow of your cross, O Lord, and be filled with your strength and your graces, O Lord. Thank you for their near and dear ones. Thank you for each and everyone who's taking part in service, and especially for Subhash and families, and for strengthening them to lead the service, O Lord, and bless this home, O Lord.
Thank you for each and every graces, as we were reminded by Achana, Lord, that we are not eligible for not even your smallest grace that you